ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ലേൺ ഇംഗ്ലീഷ് ഗ്രാമർ വിത്ത് മാധവ് മാഷ്. ഇന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലുള്ളതിൻ്റെ തുടർച്ച തന്നെയാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഇത് കുറച്ച് ഉറച്ചു പഠിച്ചാൽ മാത്രമേ തുടർന്ന് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. ആയതുകൊണ്ട് ഇന്ന് ഞാൻ പറയുന്നത് ഒരു വാചകത്തിലെ സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും തിരിച്ച് ആ പ്രെഡിക്കേറ്റ് പാർട്ടിലെ വെർബിനെ കണ്ടെത്തി ഏത് ടെൻസാണെന്ന് പറയുക. അങ്ങനെ 12 വാചകമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മുമ്പ് ടെൻസ് പഠിച്ചിട്ട് അതൊക്കെ മറന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ ടെൻസ് പഠിക്കലും കഴിഞ്ഞു. വാചകത്തിലെ പ്രധാന 2 ഭാഗങ്ങളായ സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും പഠിക്കലും കഴിയണം. അപ്പോൾ ഒരു വാചകത്തിൽ ഞാൻ പറഞ്ഞു 2 പാർട്ടാണുള്ളത്, സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും. സബ്ജക്റ്റ് പാർട്ടിലെ പ്രധാന വാക്ക് ഒരു നാമമോ സർവനാമമോ ആയിരിക്കാം. നാമം എന്ന് പറഞ്ഞാൽ പലതരം നൗണുണ്ട്. വെർബൽ നൗണുണ്ട്, പ്രോപ്പർ നൗണുണ്ട്, കോമൺ നൗണുണ്ട്, പലതുണ്ട്. അപ്പോൾ നാമമോ സർവനാമം എന്ന് പറഞ്ഞാൽ പ്രോനൗൺ, നാമത്തിന് പകരം നിൽക്കുന്ന പദമോ ആയിരിക്കാം. ഇനി പ്രെഡിക്കേറ്റ് എന്നതിലെ പ്രധാന വാക്ക് ഒരു ക്രിയയോ സഹായക ക്രിയയോ ആയിരിക്കാം. അപ്പോൾ പ്രെഡിക്കേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വാചകം ഏത് ടെൻസിലാണെന്ന് പറയാൻ പറ്റും. കാലത്തിലാണ്, പ്രസന്റ് ടെൻസിലാണോ, പാസ്റ്റ് ടെൻസിലാണോ, ഫ്യൂച്ചർ ടെൻസിലാണോ. ഈ പ്രസന്റ് ടെൻസിലെ 4 വാചകങ്ങളിൽ 4 ടെൻസിലെ ഏതിലാണ്, പാസ്റ്റ് ടെൻസിലെ 4 ടെൻസിലെ ഏത് ടെൻസിലാണ്, ഫ്യൂച്ചർ ടെൻസിലെ 4 വാചകത്തിൽ ഏത് ടെൻസിലാണ് എന്ന് പറയാൻ പറ്റും. ഇനി ഈ പ്രെഡിക്കേറ്റ് പാർട്ട് ആക്റ്റീവ് വോയിസിലാണോ പാസീവ് വോയിസിലാണോ കിടക്കുന്നതെന്നും പറയാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം പറയാൻ കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെൻറ്റൻസിൻ്റെ അനാലിസിസിലേക്കും സിന്തസിസിലേക്കും പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ എന്നും ഈ SSC ഗ്രാമർ വരെ പഠിച്ചിരുന്നാൽ പോരല്ലോ, മുന്നോട്ട് കൊണ്ടുപോകും. +1 +2 ഡിഗ്രിക്കോ ഉള്ള ഗ്രാമറിലേക്ക് മുന്നോട്ട് പോകണം. അതായത് 4 തരത്തിലുള്ള സെൻറ്റൻസ്, വാചകത്തിലടിക്കുന്ന പദങ്ങളുടെ ക്രമം അനുസരിച്ചുള്ള 4 വാചകങ്ങളാകുന്ന അസർട്ടീവ്, ഇംപരേറ്റീവ്, എക്സ്ക്ലമേറ്ററി, ഇൻട്രോഗേറ്റീവ് എന്ന 4 വാചകത്തിനെ കുറിച്ച് പഠിക്കണം. ഈ 4 വാചകം തന്നെ അതിലടങ്ങിയിരിക്കുന്ന ക്ലോസുകളുടെ ഘടനയും സ്വഭാവവും അനുസരിച്ച് വീണ്ടും 4 തരംതിരിച്ചിരിക്കുന്ന സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ്, കോമ്പൗണ്ട് കോംപ്ലക്സ് എന്നിവയെക്കുറിച്ചും പഠിക്കണം. മാത്രമല്ല അതിനെ നമുക്ക് അനലൈസ് ചെയ്യാനും പഠിക്കണം, സിന്തസൈസ് ചെയ്യാനും പഠിക്കണം. അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ വാചകത്തിലെ സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ട് കണ്ടെത്തുക. ഒരു സബ്ജക്റ്റ് പാർട്ടും ഒരു പ്രെഡിക്കേറ്റ് പാർട്ടുമായ ഒരു ക്ലോസ് ആയി, വേറൊരു സബ്ജക്റ്റ് പാർട്ടും വേറൊരു പ്രെഡിക്കേറ്റ് പാർട്ടും അതേ വാചകത്തിലുണ്ടെങ്കിൽ വേറൊരു ക്ലോസ് ആവും. അപ്പോൾ 2 ക്ലോസ് ഉള്ള വാചകത്തിനെ നമ്മൾ എന്ത് വിളിക്കണം? ആ 2 വാചകവും ഈക്വൽ റാങ്കിലുള്ളതാണോ, 2 പ്രിൻസിപ്പൽ ക്ലോസ് ആണോ, 2 സബോർഡിനേറ്റ് ക്ലോസ് ആണോ എന്നൊക്കെ നമുക്ക് നോക്കണം. അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ പേരെടുത്ത് വിളിക്കുകയും വേണം. ഇനി ഒരു കോംപ്ലക്സ് സെൻറ്റൻസിനെ എങ്ങനെ സിമ്പിൾ സെൻറ്റൻസ് ആക്കാം, ഒരു സിമ്പിൾ സെൻറ്റൻസിനെ എങ്ങനെ കോമ്പൗണ്ട് സെൻറ്റൻസ് ആക്കാം, ഒരു കോമ്പൗണ്ട് സെൻറ്റൻസിനെ അല്ലെങ്കിൽ കോംപ്ലക്സ് സെൻറ്റൻസിനെ എങ്ങനെ കോമ്പൗണ്ട് കോംപ്ലക്സ് ആക്കാം എന്നും കൂടി പഠിക്കണം. അപ്പോഴേ നമ്മുടെ ഗ്രാമറിൻ്റെ പഠനം പൂർത്തിയാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്നും ഇങ്ങനെ ടെൻസ് മാത്രം പഠിച്ചിട്ട് കൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ പ്രോനൗണും നൗണും പാർട്സ് ഓഫ് സ്പീച്ചും മാത്രം പഠിച്ചു പോരാ, ഈ വാചകത്തിൽ കൂടി ചെല്ലണം. പിന്നെ നമുക്ക് കുറച്ച് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞ പരിപാടികളുണ്ട്. പിന്നെ അതിലെ പ്രിപ്പോസിഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. പ്രിപ്പോസിഷൻ എങ്ങനെയൊക്കെ പ്രിപ്പോസിഷൻ നമ്മൾ പറഞ്ഞ പാർട്സ് ഓഫ് സ്പീച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. എന്നാലും എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് പഠിക്കണം, എവിടെയൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായ സാധനമാണ്. കാരണം വളരെ എക്സ്പെർട്ടൈസ് ചെയ്താൽ മാത്രമേ അത് കൃത്യമായ പ്രിപ്പോസിഷൻ ഒരു സ്ഥലത്ത് വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിലൊക്കെ വെറുതെ തെറ്റി എഴുതി പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ ആലോചിച്ച് വേണം പ്രിപ്പോസിഷൻ ഉപയോഗിക്കാൻ. ഇനി ആർട്ടിക്കിൾ എന്നുള്ളൊരു അഡ്ജക്റ്റീവ്സ് ഉണ്ട്. അപ്പോൾ ആ ആർട്ടിക്കിൾസ് എങ്ങനെയാണ് ഉപയോഗിക്കുക? എ ഓർ ദി എന്നുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്. ആ ആർട്ടിക്കിൾസ് എവിടെയാണ്, എപ്പോഴാണ് വയ്ക്കുക, അതും കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ഈ വാചകത്തിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു തരാം. പ്രെഡിക്കേറ്റ് പാർട്ടും സബ്ജക്റ്റ് പാർട്ടും പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കണം. സബ്ജക്റ്റ് പാർട്ടിലെ പ്രധാന വാക്ക് ഒരു നാമമോ സർവനാമമോ ആയിരിക്കും. പ്രെഡിക്കേറ്റ് പാർട്ടിലെ ഒരു പ്രധാന വാക്ക് ക്രിയയോ സഹായക്രിയയോ ആയിരിക്കാം. സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് പ്രെഡിക്കേറ്റ്, പ്രവൃത്തി ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ്. അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ 12 വാചകം പറഞ്ഞിട്ട് ആ 12 വാചകത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു. ശ്രദ്ധിക്കാം. ഫസ്റ്റ് സെന്റൻസ്, സബ്ജക്റ്റ് പാർട്ട് ആൻഡ് പ്രെഡിക്കേറ്റ് പാർട്ട്. ഐ ബൈ എ കാർ. ഇതിൽ ഐ എന്നുള്ള സബ്ജക്റ്റ് പാർട്ടിൽ ഒറ്റ വാക്യമുള്ളൂ, ഐ എന്ന് മാത്രം. ബൈ എ കാർ എന്നുള്ളതാണ് പ്രെഡിക്കേറ്റ്. ഈ പ്രെഡിക്കേറ്റിലെ പ്രധാന വാക്കാണ് ബൈ എന്ന് പറഞ്ഞാൽ ബേസ് ഫോം ആണ്. അതുകൊണ്ട് ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്, മറക്കരുത്. അപ്പോൾ ഒരു വാചകത്തിലെ
വെർബ് അടിസ്ഥാന രൂപം കണ്ടാൽ അടിസ്ഥാന രൂപമോ എസ് രൂപമോ വരാം. സബ്ജക്റ്റ് തേർഡ് പേഴ്സണോ സിംഗുലറോ ആയി വന്നാൽ ഇവിടെ എസ് കൂടി കൂട്ടേണ്ടി വരും. അപ്പൊ ബൈനോ ബൈസ്നോ കണ്ടാൽ അത് സിമ്പിൾ പ്രസന്റ് ആണെന്ന് മനസ്സിലാക്കാം. ഈ പ്രെഡിക്കേറ്റിലെ വെർബ് സിമ്പിൾ പ്രസന്റ് ആണ്. ബൈ എ കാർ എന്നുള്ള പ്രെഡിക്കേറ്റ്, ബൈ എന്നുള്ള വെർബ് ബൈ എ കാർ എന്നുള്ള അങ്ങനെ പ്രെഡിക്കേറ്റ് പാർട്ട്, സബ്ജക്റ്റ് പാർട്ട്, പ്രെഡിക്കേറ്റ് പാർട്ട്. അപ്പോൾ ഒരു വാചകത്തിലെ രണ്ട് പാർട്ടാണ്, സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും. ഈ പ്രെഡിക്കേറ്റ് പാർട്ടിലെ വെർബ് നോക്കിയാൽ ഏതാ സിമ്പിൾ പ്രസന്റ് ആണ്. സെക്കൻഡ് സെന്റൻസ് വി എന്നുള്ള സബ്ജക്റ്റ് ആർ ബൈങ് എ കാർ എന്നുള്ള പ്രെഡിക്കേറ്റ്. ഈ ആർ ബൈങ് എ കാർ എന്നുള്ള പ്രെഡിക്കേറ്റില് ടെൻസ് ഏതാണ്? ആർ പ്ലസ് ഐ എൻ ജി. ആർ പ്ലസ് ഐ എൻ ജി കണ്ടാൽ പ്രസന്റ് കണ്ടിന്യൂസ്. മറക്കരുത്, വി എന്നുള്ള ഒറ്റ വാക്ക് മാത്രമേ സബ്ജക്റ്റ് ഉള്ളൂ. ഈ സബ്ജക്റ്റ് ഒരു പ്രോനൗൺ ആണ്. അറിയാലോ, ഒരു കൂട്ടം ആൾക്കാർക്ക് പറയണം വി എന്നോ ഒക്കെ പറയാം. അതുപോലെ അടുത്തത് ദേ ഹാവ് ബോട്ട് എ കാർ. പ്രസന്റ് പെർഫെക്റ്റ് എഴുതിയിട്ടുണ്ട് ടെൻസ്. എങ്ങനെയാ മനസ്സിലായേ? പ്രെഡിക്കേറ്റ് പാർട്ടിലാണുള്ളത്. ഹാവ് പ്ലസ് V3 കണ്ടാൽ പ്രസന്റ് പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഒന്നിച്ച് പറയും, ഹാവ് ബോട്ട് എ കാർ എന്നുള്ള പ്രെഡിക്കേറ്റ്. ഇതാണ് ഈ വാചകത്തിലെ പ്രെഡിക്കേറ്റ്. ഈ പ്രെഡിക്കേറ്റിലെ ടെൻസ് ഹാവ് ബോട്ട് എന്നുള്ള പ്രസന്റ് പെർഫെക്റ്റ് ആണ്, വാങ്ങിയിട്ടുണ്ട്. ദേ എന്നുള്ളൊരു പ്രോനൗൺ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അടുത്ത വാചകം, മൈ പേരൻസ് ഹാവ് ബീൻ സ്റ്റേയിങ് ഇൻ ദുബായ് സിൻസ് 1999. നോക്കൂ, ഏത് ടെൻസാ? ഹാവ് അല്ലെങ്കിൽ ഹാസ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി കണ്ടാൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ദീർഘകാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി. അപ്പൊ എന്റെ രക്ഷിതാക്കൾ, മൈ പേരൻസ് ഉള്ള സബ്ജക്റ്റ് പാർട്ട്. സബ്ജക്റ്റ് പാർട്ടില് രണ്ട് വാക്കുണ്ട്. മൈ എന്നുള്ളൊരു പോസസീവ് പ്രോനൗൺ ഉണ്ട്, പേരൻസ് എന്നുള്ള നൗണും ഉണ്ട്. അപ്പൊ ഒരു നാമുണ്ട്, ഒരു പ്രോനൗൺ ഉണ്ട്. അപ്പൊ ഇതാണ്. അപ്പൊ സബ്ജക്റ്റ് പാർട്ടിൽ രണ്ട് വാക്കുണ്ട്. ഹാവ് ബീൻ ബൈ എന്നുള്ള ഹാവ് ബീൻ സ്റ്റേ എന്നുള്ള പ്രെഡിക്കേറ്റില് ഇൻ ദുബായ് എന്നുള്ള പ്രെഡിക്കേറ്റില് ഹാവ് ബീൻ ബൈ എന്നുള്ള പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് ഇവിടെ ഉള്ളത്. അതെ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ആസ് അല്ലെങ്കിൽ ഹാവ് എ പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. എൻ്റെ രക്ഷിതാക്കൾ 1999 മുതൽ ദുബായിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദീർഘകാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് സെന്റൻസ് 5, ദ സ്കൂൾ ടീച്ചേഴ്സ്. സബ്ജക്റ്റ് പാർട്ട് സ്കൂൾ ടീച്ചേഴ്സ് വർക്ക്ഡ് ഹാർഡ്. പ്രെഡിക്കേറ്റ് പാർട്ട് വർക്ക്ഡ് എന്നുള്ള സിമ്പിൾ പാസ്റ്റ് ആണ്. പ്രെഡിക്കേറ്റ് പാർട്ട്. സബ്ജക്റ്റ് പാർട്ട് ഓഫ് ദ സ്കൂൾ ടീച്ചേഴ്സ്. ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് പാർട്ടിലെ പ്രധാന വാക്ക് ഒരു നാമമോ സർവനാമോ. എനിക്ക് ഇതിൽ ശരിക്കും സബ്ജക്റ്റ് പാർട്ടിൽ ഒരു ഞാൻ പറഞ്ഞില്ല, സബ്ജക്റ്റ് പാർട്ടിൽ നൗൺ ഗ്രൂപ്പ്സ് വരും. നൗൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നാമവും അതിനോട് ചേർന്ന ഒരുപാട് പദങ്ങളും. അപ്പോൾ ഇതാണ് ടീച്ചേഴ്സ് വർക്ക് ഹാർഡ് എന്നാണ്. ടീച്ചർ എന്നുള്ളതാണ്, ടീച്ചേഴ്സ് എന്നാണ് ഇതിന്റെ ഹെഡ് വേർഡ്. ഇത് മോഡിഫയർ എന്ന് പറയും. പ്രധാന വാക്കിന് തൊട്ട് മുമ്പ് നൗൺ ഗ്രൂപ്പിലെ പ്രധാന വാക്കിന്റെ തൊട്ടു മുമ്പുള്ള വാക്കുകളെ മോഡിഫയർ എന്നും ഇതിന്റെ ശേഷമുള്ള വാക്കുകളെ ക്വാളിഫയർ എന്നും പറയാം. സ്കൂൾ ടീച്ചേഴ്സ് ഇൻ ദിസ് സ്കൂൾ എന്നുണ്ടെങ്കിൽ ഇൻ ദിസ് സ്കൂൾ എന്നുള്ളത് മോഡിഫയർ ഹെഡ് ക്വാളിഫയർ ആയിട്ട് വരും. അതിൽ ക്വാളിഫയർ ഇല്ല. അപ്പം MHQ എന്നാണ് പറയുക. അപ്പം ഇതിന്റെ പ്രധാന വേർഡ്, ഈ പ്രെഡിക്കേറ്റിലെ പ്രധാന ഹെഡ് വേർഡ് ടീച്ചേഴ്സ് ആണ്. ടീച്ചേഴ്സ് വർക്ക് ഹാർഡ്. കഴിവുള്ളതുകൊണ്ട് കഴിവുണ്ടെങ്കിൽ നമുക്ക് ടീച്ചർമാരെ വിശേഷിപ്പിച്ച് ദ സ്കൂൾ ടീച്ചേഴ്സ് ആക്കാം. ഒന്നുകൂടി വിശേഷിപ്പിച്ച് ഇൻ ദിസ് സ്കൂൾ എന്നുകൂടി ക്വാളിഫയറും കൂടി ചേർക്കാം. MHQ എന്ന് പറയും. പേടിക്കേണ്ട. സബ്ജക്റ്റ് പാർട്ടിലോ ഒബ്ജക്റ്റ് പാർട്ടിലോ നാമങ്ങൾ കൂട്ടമായി വരികയാണെങ്കിൽ നൗൺ ഗ്രൂപ്പ് എന്ന് പറയും. നൗൺ ഗ്രൂപ്പിലെ പ്രധാന വാക്കിനെ ഹെഡ് വേർഡ് എന്നും പ്രധാന വാക്കിന്റെ മുമ്പുള്ള പദങ്ങളെ മോഡിഫയർ എന്നും ശേഷം വരുന്ന ഇതിന്റെ ശേഷം സബ്ജക്റ്റ് പാർട്ടിലാണ് കേട്ടോ, ഇവിടേക്കല്ല. ശേഷം വരുന്ന പദങ്ങളെ ക്വാളിഫയർ അതാണ് MHQ. ഹെഡ് അതിലൂടെ മോഡിഫയർ, H എന്ന് ഹെഡ്, Q എന്നുള്ള ക്വാളിഫയർ. അത് നൗൺ ഗ്രൂപ്പ് വരുമ്പോഴാണ്. അറിഞ്ഞിരിക്കുക, കേട്ടില്ലേ? ഇതൊരു നൗൺ ഗ്രൂപ്പാണ്. ഇതില് ക്വാളിഫയർ ഇല്ല, മോഡിഫയർ ഹെഡ് വേർഡ് മാത്രമാണ്. ഇത് ഹെഡ് വേർഡ്, ഇത് മോഡിഫയർ. ഇതിലെ വർക്ക്ഡ് എന്നുള്ള സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഇതിന്റെ പ്രെഡിക്കേറ്റ് കിടക്കുന്നത്. അപ്പോൾ V2 കാണാൻ നമുക്ക് ഇവിടെ. അടുത്തതാണ് സം ഓഫ് ദ പേരൻസ് ഓഫ് ദ സ്റ്റുഡൻസ് വേർ കമ്മിങ്. വേർ കമ്മിങ് എന്നുള്ള പ്രെഡിക്കേറ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. വാസ് ഓർ വേറെ പ്ലസ് ing കണ്ടാൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. വരികയായിരുന്നു. സബ്ജക്റ്റ് ഏതാ? സം ഓഫ് ദ പേരൻസ് ഓഫ് ദ സ്റ്റുഡൻസ്. ചുരുക്കി പറഞ്ഞതിലെ ഹെഡ് വേർഡ് ഇത് സബ്ജക്റ്റ് പാർട്ടാണ്. ഈ സബ്ജക്റ്റ് പാർട്ടിൽ നൗൺ ഗ്രൂപ്പ് ഉണ്ട്.
ഈ നൗൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്തായാലും പറയാം MHQ. MHQ എന്ന് പറഞ്ഞാൽ മോഡിഫയർ, ഹെഡ്, ക്വാളിഫയർ. ഇത് ശരിക്കും പറഞ്ഞാൽ സമ്മ വന്നത് സ്റ്റുഡൻസാ വന്നത്, പേരൻസാ വന്നത്. പേരൻസ് വന്നു. അപ്പൊ പേരൻസ് കമ്മിങ് വേണ്ടോ? പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ചുകൂടി ക്വാളിറ്റി കൂട്ടിയിട്ട് മോഡിഫയർ ആയിട്ടുള്ള സം ഓഫ് ദ കൂടി പേരൻസ് ഉള്ള ഹെഡ് വേർഡ്, ഓഫ് ദ സ്റ്റുഡൻസ് ഉള്ള ക്വാളിഫയർ, MHQ. അത് അറിഞ്ഞിരിക്കുക. അപ്പൊ സബ്ജക്റ്റ് പാർട്ട് ഒന്നിലധികം പദമുണ്ട്. ഇതിലെ ഹെഡ് വേർഡ് പാരൻസ് ആണ്. വേർ കമ്മിങ് പാസ്റ്റ് കണ്ടിന്യൂസ് ഉള്ള പ്രെഡിക്കേറ്റ്. ഇവിടെ ദ റഷിംഗ് മോബ്, തള്ളി വരുന്ന ജനക്കൂട്ടം, ഹാഡ് ബ്രോക്കൺ ദ ഗേറ്റ്, ഗേറ്റ് പൊട്ടിച്ചു വരും. അപ്പൊ നോക്കൂ, ഹാഡ് ബ്രോക്കൺ എന്നുള്ള പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇത് അങ്ങനെ പ്രെഡിക്കേറ്റ് ആണ്. ഹാഡ് പ്ലസ് V3 ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇത് പ്രെഡിക്കേറ്റ് ആണ്. സബ്ജക്റ്റ് പാർട്ട് ദ റഷിംഗ് മോബ്. മോബ് എന്നുള്ളതാണ് ജനക്കൂട്ടം എന്നുള്ളത്. റഷിംഗ് മോബ് എന്നുള്ളതാണ്. ഇത് മോഡിഫയർ ആണ്, ക്വാളിഫയറോട് ഇല്ല. ഹെഡ് ഉണ്ട് ഇവിടെ, മോബ് ഹെഡ്. ഇനി സ്മോക്കിംഗ് ഹാഡ് ബീൻ സ്പോയിലിംഗ് ഹിസ് ലങ്സ്. പുകവലി. ഇവിടെ നമുക്ക് സബ്ജക്റ്റ് പാർട്ടിൽ എപ്പോഴും നൗണോ പ്രോനൗണോ ആയിരിക്കും ഞാൻ പറഞ്ഞു. ഇത് നൗണാണോ? അതെ, ഇതൊരു വെർബൽ നൗണാണ്. സ്മോക്കിംഗ് എന്നുള്ളത് ഒരു വെർബൽ നൗണാണ്. ചിലപ്പോൾ ഇതിൽ ജെറണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? ജെറണ്ട് ING ഫോമിൽ ജെറണ്ട് എന്ന് പറയും. സ്മോക്കിംഗ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING ഫ്യൂച്ചർ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ ഇതിലത്തെ പ്രെഡിക്കേറ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉള്ളതാണ്. കേൾക്കണം, ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING. സ്മോക്കിംഗ് എന്നുള്ള ഒറ്റ വാക്കുള്ള സബ്ജക്റ്റ് പാർട്ടിൽ അതൊരു വെർബൽ നൗണാണ്. ചിലപ്പോൾ ജെറണ്ട് എന്ന് പറയാം. നെക്സ്റ്റ് വൺ, ദേ വിൽ അറേഞ്ച് ദ പ്രോഗ്രാം ടുമാറോ. സിമ്പിൾ ഫ്യൂച്ചർ. വിൽ അറേഞ്ച്, വില്ല് പ്ലസ് V1 ആണ് ഇതിലത്തെ വെർബ്. പ്രെഡിക്കേറ്റിലെ പ്രധാന വാക്ക് ഇതാണ്. വിൽ അറേഞ്ച് ദ പ്രോഗ്രാം ടുമാറോ എന്നുള്ളതാണ് പ്രെഡിക്കേറ്റ് പാർട്ട്. സബ്ജക്റ്റ് പാർട്ട് ദേ എന്നുള്ള ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ, ഒരു പ്രോനൗൺ ആണ്. ദിസ് ഈസ് എ പ്രോനൗൺ. സിമ്പിൾ ഫ്യൂച്ചറിലാണ്. എങ്ങനെ മനസ്സിലായ? വില്ല് ഓർ ഷാലെ പ്ലസ് V1 കണ്ടാൽ സിമ്പിൾ ഫ്യൂച്ചർ ആണെന്ന് മനസ്സിലാക്കാം. നാളെ അവർ ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യും. അവർ ഫ്രണ്ട്സ് വിൽ ബി അറൈവിംഗ് ടുമാറോ അറ്റ് ദിസ് ടൈം. നാളെ ഈ നേരത്ത് എൻ്റെ കൂട്ടുകാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് ING കണ്ടാൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ഫ്യൂച്ചർ വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് ING ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. അപ്പൊ നാളെ ഈ നേരത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇതിലെ സബ്ജക്റ്റ് അവർ ഫ്രണ്ട്സ് ഉള്ളതാണ് സബ്ജക്റ്റ് പാർട്ട്. അവർ ഫ്രണ്ട്സ് ആണ് ഹെഡ് വേർഡ്. അടുത്തത്, സം ഓഫ് ദ ബസസ് ഇൻ ദ റൂട്ട് will have been stopped by this time. ഇത് will have പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ കണ്ടാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. പക്ഷെ ബീനും കൂടി ഉള്ളതുകൊണ്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ് പാസീവ് ആണ്. ഇത് ഫ്യൂച്ചർ പെർഫെക്റ്റ് പാസീവ് ആണ്. ബസ്സുകൾ നിൽക്കല്ലോ, നമ്മളാൽ നിർത്തപ്പെട്ടിട്ടുണ്ടാവുന്ന പറയാം. സം ഓഫ് ദ ബസ്സസ് ആണ് സബ്ജക്റ്റ്. ബസ്സസ് എന്നുള്ളതാണ് ഹെഡ് വേർഡ്. സം ഓഫ് ദ എന്നുള്ളത് മോഡിഫയർ. ഇതാണ് സബ്ജക്റ്റ് പാർട്ട്. ഇത് പ്രെഡിക്കേറ്റ് പാർട്ട്. ഇൻ ദ റൂട്ട് വിൽ ഹാവ് ബീൻ കേട്ടോ. അപ്പൊ സം ഓഫ് ദ ബസ്സസ് ഇൻ ദ റൂട്ട് ഇതാ, ഇത് ബസ് ഹെഡ് വേർഡ്. ഇൻ ദ റൂട്ട് എന്നുള്ളത് ഇത് ഇങ്ങോട്ട് വരണം. ഇത് ഇങ്ങോട്ട് വരണം. പ്രെഡിക്കേറ്റ് ഇവിടെ വരെ. സബ്ജക്റ്റ് പാർട്ട് ഇത് ഇവിടെ ആണ് പ്രെഡിക്കേറ്റ്. വിൽ ഹാവ് ബീൻ സ്റ്റോപ്പ്ഡ് ബൈ ദിസ് ടൈം. വില്ല് പ്ലസ് ഷാലെ, വിൽ ഓർ ഷാലെ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്. ഫ്യൂച്ചർ പെർഫെക്റ്റ് പാസീവ് ആണ്. പെർഫെക്റ്റ് അല്ല, പാസീവ് ആണ്. കാരണം ബസ് നിൽക്കില്ല, നിർത്തപ്പെടുകയാണ്. നമ്മളെല്ലാം നിർത്തിയ ബസ്. അപ്പോൾ സം ഓഫ് ദ ബസ്സസ് ഇൻ ദ റൂട്ട് വിൽ ഹാവ് ബീൻ സ്റ്റോപ്പ്ഡ് ബൈ ദിസ്. ഈ നേരം ആകുമ്പോഴേക്കൊക്കെ ചില ബസ്സുകളൊക്കെ നിർത്തിയിട്ടുണ്ടാവും. ഫ്യൂച്ചർ പെർഫെക്റ്റ് പാസീവ് ആണത്. സം ഓഫ് ദ ബസ്സസ് എന്ന സബ്ജക്റ്റ് പാർട്ട്. ഇൻ ദ റൂട്ട് എന്നുള്ളത് വരെ. സം ഓഫ് ദ ബസ്സസ് ഇൻ ദ റൂട്ട് എന്നുള്ളത് സബ്ജക്റ്റ് പാർട്ട്. വിൽ ഹാവ് ബീൻ സ്റ്റോപ്പ്ഡ് ബൈ ദിസ് ടൈം എന്നുള്ളത് പ്രെഡിക്കേറ്റ് പാർട്ട്. ടെൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് പാസീവ്. ലാസ്റ്റ് വൺ, ദ പഞ്ചായത്ത് മെമ്പേഴ്സ്. ഇപ്പോൾ നമ്മൾ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ പോകണല്ലോ. ദ പഞ്ചായത്ത് മെമ്പേഴ്സ് വിൽ ഹാവ് ബീൻ വർക്കിംഗ് സിൻസ് 2016 ജനുവരി മുതൽ പഞ്ചായത്ത് മെമ്പേഴ്സിൻ്റെ ജോലി അവർ ആരംഭിച്ചിട്ടുണ്ടാവും. കാരണം തെരഞ്ഞെടുപ്പ് തുടങ്ങാൻ പോകണം. ദ പഞ്ചായത്ത് മെമ്പേഴ്സ് ഉള്ള സബ്ജക്റ്റ് പാർട്ട്. വിൽ ഹാവ് ബീൻ വർക്കിംഗ്, വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING കണ്ടാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഭാവിയിൽ ഒരു നിശ്ചയ സമയത്ത് മുതൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് 26 ജനുവരി മുതൽ തുടങ്ങിയിട്ടില്ല, എപ്പോഴും ജോലി തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതാണ് ഇങ്ങനെ 12 വാചകമുണ്ട്. ഈ വാചകം നിങ്ങൾ വീണ്ടും എഴുതി
ഇതിൽ നോക്കാതെ ആദ്യം എടുക്കുക, ഫോട്ടോ എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഒന്നും നോക്കാതെ നിങ്ങൾ സ്വന്തമായിട്ട് അതിൻ്റെ സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും തിരിക്കുക. ടെൻസ് ഏതാണെന്നും കൂടി സ്വന്തമായിട്ട് എഴുതുക. എന്നിട്ട് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഈ ബോർഡിൽ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് വാചകങ്ങൾ എഴുതാൻ വളരെ എളുപ്പമാവും, ടെൻസ് മനസ്സിലാവും, സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും എന്താണെന്ന് മനസ്സിലാവും. കൂടുതലൊന്നും ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ തുടരുന്നില്ല. എൻ്റെ ക്ലാസ് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കുക, നല്ലപോലെ അതിനോടുകൂടി വർക്ക് ചെയ്യുക, സഹകരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.